ആ ഭയത്തിൽ, ഭീതിയിൽ, അങ്കലാപ്പിൽ ജീവിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾ ഇന്ത്യയിലില്ലേ? അവർക്ക് ആശ്വാസം പകരുന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഞങ്ങൾ പ്രധാനപ്പെട്ട ശക്തിയൊന്നുമല്ല, രാജ്യത്ത് ചെറിയൊരു ശക്തി മാത്രമാണ്. പക്ഷെ ആ ചെറിയൊരു ശക്തി വലിയ കരുത്തായിട്ടാണ് ഈ ജനവിഭാഗം കാണുന്നത്. എന്തുകൊണ്ട്? നിലപാടുണ്ട്. ആ നിലപാട് എവിടെയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. കോൺഗ്രസിൽ ഇല്ലാത്തത് അതാണ്. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗം, അത് നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന രാഷ്ട്രീയം, ഏത് രൂപത്തിലായിരിക്കും LDFന്റെ പ്രചരണ പരിപാടികൾ, എന്തൊക്കെ പരിപാടികളാണ് CPIM ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് പിണറായി വിജയൻ. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് അത് തികച്ചും കേരള വിരുദ്ധമാണ്, കേരളത്തിന് എതിരെയാണ്, അത് ന്യൂനപക്ഷ വിരുദ്ധവുമാണ് എന്ന് കൃത്യമായും തെളിവുകൾ സഹിതം എണ്ണി പറയുന്നു പിണറായി വിജയൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ ഉതകുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നു. ഏത് കാര്യത്തിലാണ്? കൃത്യതയോടെ അതിനെ എതിർത്ത് ഞങ്ങൾ മതനിരപേക്ഷതയുടെ ഭാഗത്താണ് എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ അയോധ്യ പ്രശ്നം, CPIMന് ക്ഷണം കിട്ടിയപ്പോൾ അധിക സമയം വേണ്ടി വന്നില്ലല്ലോ തീരുമാനമെടുക്കാൻ. എന്തുകൊണ്ടാണത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയാർന്ന സമീപനം ഒരു പാർട്ടിക്കുണ്ടായാൽ ആ പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ വലിയ വിഷമമുണ്ടാവില്ല. കോൺഗ്രസ് തീരുമാനമെടുക്കാൻ എത്ര നാളെടുക്കേണ്ടി വന്നു? ആ തീരുമാനം വ്യക്തതയോടെയാണോ? ഇവിടെ അയോധ്യ പ്രശ്നത്തെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? എന്താണ് അവർക്കുള്ള പ്രയാസം? പ്രയാസം സംഘപരിവാറിൻ്റെ നേതൃതലത്തിലുള്ള മനസ്സ് എന്താണോ അതേ മനസ്സോടെയുള്ള ഒരുപാട് നേതൃതലം കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളതാണ്. അതല്ലേ വസ്തുത? അതുകൊണ്ടല്ലേ അതിനെ എതിർക്കാൻ പറ്റാതിരുന്നത്? അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് അതുകൊണ്ടല്ലേ? ഇവിടെ കോൺഗ്രസ്സിന് മന്ത്രിസഭയുള്ള സംസ്ഥാനത്ത് എല്ലാ അമ്പലങ്ങളിലും പൂജ നടന്നില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട്? എന്താണ് സന്ദേശം? ഇപ്പം ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റ് സമ്മേളനം അവസാന ദിവസം എന്തിനാ ഒരു ദിവസം നീട്ടിയത്? പാർലമെൻറ്റ് സമ്മേളനം ഒരു ദിവസം നീട്ടിയത് ഈ അയോധ്യ പ്രശ്നം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാൻ. ഏത് ശരി? സംഘപരിവാർ കാണുന്ന ശരി, സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടിലുള്ള ശരി. ആ സംഘപരിവാർ കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടാക്കി മാറ്റാൻ വേണ്ടി പാർലമെൻറ്റ് ഒരു ദിവസം കൂടി നീട്ടുന്നു. CPIM പറഞ്ഞു, തീർത്തും പറഞ്ഞു, പാടില്ല, ഞങ്ങളതിനില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. എന്തേ കോൺഗ്രസ്സിന് പറയാൻ കഴിയാതിരുന്നത്? കോൺഗ്രസ് വിപ്പ് കൊടുത്തില്ലേ ആളുകളെല്ലാം ഹാജരാകാൻ? എന്തിനു വേണ്ടി? എന്ത് സന്ദേശമാണ്
നിങ്ങൾക്ക് അതിലൂടെ രാജ്യത്തിന് നൽകാനുണ്ടായിരുന്നത്? അയോധ്യയുടെ മറ്റൊരു വശമുണ്ടല്ലോ. ഞാൻ ആ വശത്തിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോയിട്ടില്ല, എല്ലാവരുടെയും മനസ്സിലുള്ളതാണല്ലോ അതൊക്കെ. നിങ്ങളെന്തേ അത്തരം കാര്യങ്ങൾ മറക്കുന്നത്? എന്തുകൊണ്ട് കൃത്യതയാർന്ന നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല? ഇത് നമ്മുടെ ഏറ്റവും ഒടുവിലുള്ള അനുഭവമാണല്ലോ. വിപ്പ് കൊടുത്ത് കോൺഗ്രസ് എംപിമാരെ ഹാജരാക്കുന്നു. അതേസമയം CPIM ബഹിഷ്കരിക്കുന്നു. ആ സഭയുമായി മറ്റു ചില പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കാതിരിക്കുന്നു. APA പോലുള്ളവർ സഹകരിക്കാതിരിക്കുന്നു. മറ്റു ചിലർ സഹകരിക്കാതിരിക്കുന്നു. എന്തേ കോൺഗ്രസിന് സഹകരിക്കണം തോന്നിയത്? എവിടെയാണ് നിങ്ങളുടെ മനസ്സ്? അതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ളൊരു ധൃതി എന്താണ്? ഉത്തരാഖണ്ഡ് ധൃതിപ്പെട്ടാണല്ലോ അതിലേക്ക് പോയത്. കൃത്യതയാർന്ന സമീപനം കോൺഗ്രസിനുണ്ടോ? നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തതയുള്ളതാണോ? എന്താണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവ്യക്തത വരുന്നത്? മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ വർഗീയ താല്പര്യത്തോടെ വരുന്ന ഏതിനെയും എതിർക്കാൻ തയ്യാറാകണമല്ലോ. അതിന് സാധിക്കുന്നില്ലല്ലോ. കോൺഗ്രസിൽ നല്ലൊരു ഭാഗം അതിൻ്റെ കൂടെ അണിനിരക്കുകയാണ്. സംഘപരിവാർ ശക്തികളുടെ നീക്കത്തോടൊപ്പം അണിചേരുകയാണ്. ഇതല്ലേ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കൂടെ ധാരാളം കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേക്കേറാൻ വേണ്ടി വല്ലാത്ത താല്പര്യം കാണിക്കുന്നു. എവിടെയും എന്തും സംഭവിക്കാമെന്ന അവസ്ഥ വരുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രമെന്ന് നാം കാണണം. നിലപാട് മതനിരപേക്ഷതയിലൂന്നി എടുക്കുന്നില്ലെങ്കിൽ വർഗീയതയെ കൃത്യമായി എതിർക്കാൻ കഴിയില്ല. വർഗീയതയെ വർഗീയ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു B ടീമായി നിന്നുകൊണ്ട് എതിർക്കാൻ പുറപ്പെട്ടാൽ വർഗീയതയോടുള്ള എതിർപ്പായിട്ടത് മാറില്ല. അതൊരു B ടീമിൻ്റെ കളി പോലെ മാത്രമേ തോന്നുകയുള്ളൂ. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇപ്പോൾ അയോധ്യയിലെ മോദി പ്രതിഷ്ഠക്ക് പോകുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അതേ ദിവസം ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ധ്യാനം നടത്താൻ സമരം ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പോകലും ധ്യാനിക്കലും ഭജന നടത്തലും എല്ലാം വ്യക്തിപരമായ കാര്യമാണ്. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനൊന്നും എതിരായിട്ടല്ല നമ്മളാരും പറയുന്നത്. പക്ഷേ ദിവസമേത്, ആ സമയമേത്, അന്നിത് നൽകുന്നതിലൂടെ ഉയർത്തുന്ന സന്ദേശമേത്,
അതല്ലേ പ്രശ്നം? രാജ്യമാകെ ഇതിൻ്റെ സന്ദേശം ഉയർത്താൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതേ ദിവസം അതേ സമയം ശ്രീരാമനെ ഭജിക്കാനുള്ള ഒരു സമയമായി എടുത്ത് അതിനുവേണ്ടി പുറപ്പെട്ടാൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? മറ്റവർ കാണിക്കുന്നത് ശരിയാണ് എന്ന സന്ദേശമല്ലേ പരോക്ഷമായി നൽകുന്നത്? അതാണോ വേണ്ടത്? നിർഭാഗ്യവശാൽ അതാണ് സംഭവിച്ചത്. അവിടം കൊണ്ട് നിന്നില്ല. പാർലമെന്റ് അവസാന ദിവസം ആ സമ്മേളനത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ ചിത്രം പൂർത്തിയാവുകയാണ്. ഈ രീതിയാണ് മാറേണ്ടത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയ കാഴ്ചപ്പാടുകളുമായി സമരസപ്പെട്ടു പോകരുത്. നിർഭാഗ്യകരമായ രീതിയിൽ സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന ആശയം അതുമായി പൊരുത്തപ്പെടുന്ന നിലയാണ് കോൺഗ്രസ് പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇത് രാജ്യത്തുണ്ടാക്കുന്ന രീതി എന്താണ്? നമ്മളെല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്നവരാകണ്ടേ? നിങ്ങൾക്ക് ഭയം, സംശയം, അങ്കലാപ്പ്, നാളത്തെക്കുറിച്ചുള്ള ഭീതി ഇതെല്ലാം ഉണ്ടായാൽ എന്താകും നാടിൻ്റെ, രാജ്യത്തിൻ്റെ അവസ്ഥ? ആ ഭയത്തിൽ, ഭീതിയിൽ, അങ്കലാപ്പിൽ ജീവിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾ ഇന്ത്യയിലില്ലേ? അവർക്ക് ആശ്വാസം പകരുന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഞങ്ങൾ പ്രധാനപ്പെട്ട ശക്തിയൊന്നുമല്ല, രാജ്യത്ത് ചെറിയൊരു ശക്തി മാത്രമാണ്. പക്ഷെ ആ ചെറിയൊരു ശക്തി വലിയ കരുത്തായിട്ടാണ് ഈ ജനവിഭാഗം കാണുന്നത്. എന്തുകൊണ്ട്? നിലപാടുണ്ട്. ആ നിലപാട് എവിടെയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. കോൺഗ്രസിലില്ലാത്തത് അതാണ്. ഇവിടെ ഒരു വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അവർ ഭീതിയിൽ കഴിയണോ? ഈ രാജ്യത്തിന്റെ സന്തതികളല്ലേ അവര്? തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരല്ലേ? ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ മണ്ണടിയേണ്ടവരല്ലേ? അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ കഴിയണ്ടേ? അത് തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറാകാത്ത മനസ്സോടുകൂടി കോൺഗ്രസ് രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. ഇതാണ് ഗൗരവമായി കാണേണ്ട വിഷയം.